എന്റെ പൊന്നു കനക, ഇത്രയും നാൾ ഒരു പണിക്കും പോകാതെ കുടുംബം നോക്കാതാണെന്ന് വെച്ച മനുഷ്യനാ. ഇന്ന് നിന്റെ അടുത്തൊന്നും എന്തോ പൈസ ചോദിച്ചില്ലേടാ? അപ്പൊ നീ എന്തോ വഴക്ക് പറഞ്ഞെന്നോ ഒക്കെ പറഞ്ഞിട്ട് മനസ്താപപ്പെട്ടുള്ള ഇരിപ്പായി കാണണേ. ഓ, അതിനിപ്പോൾ ഇത്ര മനസ്താപപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് സാധാരണ പറയുന്ന പോലെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാനത് അപ്പോഴേ മനസ്സിന്ന് വിട്ടു, നീ അങ്ങ് വിട്ടേക്ക്. അല്ലളിയാ, ഞാൻ അതിന് അളിയനെ കുറ്റപ്പെടുത്തുകയല്ല അളിയാ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഉചിതമായ തീരുമാനത്തിലെത്തിയിരിക്കുക. എന്ത് തീരുമാനം? എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കുടുംബം പോറ്റുക. സത്യം, നല്ല തീരുമാനം. അല്ലെങ്കിൽ ഈ നല്ല ബുദ്ധിയൊക്കെ താമസമല്ലേ മണ്ടയിലോട്ട് കയറത്തുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് നല്ലതാ. പക്ഷെ ആ തീരുമാനം നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാനുള്ള ആർജവം വേണം. അതാണ്. അത് നിനക്കുണ്ടോ? അയ്യോ, അതൊക്കെ ഉണ്ട്. അതുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ശരി, അങ്ങനെയാണെങ്കിൽ നീ എന്താ തുടങ്ങാൻ പോകുന്നത് അത് പറ. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ഇപ്പോൾ ഇത്രയും തണ്ടും തടി ആരോഗ്യമുള്ള എനിക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പണികൾ കിട്ടും. പക്ഷെ അതിൽ നിന്ന് വരുമാനം എനിക്ക് മാത്രമല്ലേ കിട്ടൂ. അല്ലാതെ നീ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുമാനം അമ്മയ്ക്കും ചമ്മന്തിക്കും തങ്കത്തിനോ കിട്ടുമോ? എന്നാലേ നമുക്ക് എല്ലാവർക്കും വരുമാനം കിട്ടുന്ന ഒരു ജോലിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് തങ്കത്തിനും ജമന്തിക്കും അമ്മയ്ക്കും എനിക്കും നിനക്കും ഒക്കെ വരുമാനം കിട്ടുന്നൊരു പണി. കാറ്ററിംഗ് ബിസിനസ്. അതെന്തോന്ന് അമ്മ? കാറ്ററിംഗ് ബിസിനസ് എന്തോന്നാടാ ഈ കാറ്ററിംഗ് എന്ന് പറഞ്ഞ? അമ്മ, അതായത് ആഹാരം പാചകം ചെയ്ത് കൊടുക്കൽ. ഓ, ഈ പാർട്ടികൾ, ചെറിയ ഫംഗ്ഷനുകൾ, ബർത്ത്ഡേ, അങ്ങനെയുള്ള പരിപാടിക്ക് നമ്മൾ ആഹാരം ഉണ്ടാക്കി അവിടെ എത്തിച്ചു കൊടുക്കുക. കൊള്ളാല്ലേ ഏട്ടാ? അതെ, ഇന്ന് കാലത്തെ ഞാൻ വന്നപ്പോൾ ജമന്തി ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടായിരുന്നോ? അങ്ങനെ ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ കുടുംബത്തോടു കൂടി അത് ചെയ്താൽ നല്ലതായിരിക്കില്ലേ എന്ന് ആലോചിച്ചു. ഏട്ടാ ശരിയാ ഏട്ടാ. അത് നീ എന്തൊന്നും പറയാത്തേ? അല്ല, നല്ലതാ. എന്താ ഒരു അല്ല, നല്ലതാണെന്ന് അങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചെയ്യാ, അത്രേ ഉള്ളൂ. നീയും കൂടി കൂടണം. ഞാൻ കൂടാ. അല്ല, ഈ ആഹാരം ഉണ്ടാക്കുന്ന കാര്യമല്ലേ, എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നാത്തൂനാണെങ്കിൽ നല്ല കുക്കാ. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ തുടക്കത്തിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്താൽ മതി. കൊച്ചു കൊച്ചു പരിപാടികൾ, ഒരു 50 പേർക്കോ 75 പേർക്കൊക്കെ ഉള്ള പരിപാടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള പാത്രങ്ങൾ മതി, അത് വാടകയ്ക്ക് എടുക്കണ്ട. മതി. പിന്നെ കുറച്ച് സാധനങ്ങൾ പലചരക്കടയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അത് നമുക്ക് സൗകര്യം പോലെ മേടിച്ചാൽ മതി. വലിയ ഇതിലേക്ക് പോകണ്ടല്ലോ. അല്ല, ഇത് വലിയ കുഴപ്പമില്ല, കാരണം വലിയ മുതൽ മുടക്കില്ല. അല്ലേ? അതെ എളിയാ. എന്തെങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. തൽക്കാലം കയ്യിൽ പൈസ കുറവാണെങ്കിൽ നമുക്ക് പലർക്കിടയിൽ കടവും പറയാം. അപ്പൊ ആളിന്റെ ഏർപ്പാടിലാകുമ്പോൾ അതിന് ബുദ്ധിമുട്ടുമില്ല. മുതൽ മുടക്കില്ലാത്തൊരു ബിസിനസ് ആയതുകൊണ്ട് വേണമെങ്കിൽ ആലോചിക്കാവുന്നത് തന്നെയാണ്. നല്ലതാ. മതി. പക്ഷേ ഉണ്ടല്ലോ, ഓർഡർ കിട്ടണ്ടേ നമുക്ക്? ഓർഡർ കിട്ടും, അതും കണ്ടുപിടിക്കണം. എന്നാലേ ഇനി ഞെട്ടരേതാരും ആദ്യ ഓർഡർ ഞാൻ സംസാരിച്ചെല്ലാം ധാരണയാക്കി അഡ്വാൻസും മേടിച്ചിട്ടുണ്ട് 2000 രൂപ. ഞാൻ പിന്നെ സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഇത് അളിയൻ അങ്ങ് ഏൽപ്പിക്കാം. ഇത് എന്റെ അളിയൻ പിടിക്കാം. ഞാൻ ബിസിനസ് തുടങ്ങാനില്ല. അളിയനാണ് ഈ ബിസിനസിന്റെ മുതലാളി, ഞാനൊരു എളിയ തൊഴിലാളി, അത്രേ ഉള്ളൂ. ഇത് നീ വെച്ചോ. ഇല്ലളിയാ, ഇത് അളിയനാണ് ഇതിന്റെ മുതലാളി, കാറ്ററിംഗ് സർവീസിന്റെ മുതലാളി. ഞങ്ങളെല്ലാം തൊഴിലാളികൾ. ഇതിൽ എന്തെങ്കിലുമൊക്കെ മിച്ചം ഉണ്ടെങ്കിൽ നമുക്കും കൂടെ തരിക. ഇതിപ്പോ 2000 ഉണ്ട്. വേണ്ട, ഇത് നീ വെച്ചോ. കളിയാ, അതൊന്നും വേണ്ട. പൈസ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് അളിയാ, ഇത് വെച്ചിട്ട് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുക. ബാക്കിയുള്ളത് അളിയൻ പറഞ്ഞ പോലെ അളിയൻ കടം പറഞ്ഞു ബാക്കി എന്താ വെച്ചാൽ ചെയ്യുക. അല്ല, ഇതിപ്പോ എത്ര ആൾക്കുള്ള ഭക്ഷണം? അളിയാ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കുഞ്ഞിൻ്റെ 28 കെട്ടാ. അപ്പോൾ അവർക്കൊരു 75 പേർക്കുള്ള സദ്യ കൊടുക്കണം. നമ്മളെല്ലാരും കൂടി നിന്ന് സുഖമായിട്ടുണ്ടോ? ചെയ്യാൻ പറ്റില്ലേ? 75 പേർക്കുള്ള സദ്യ ഉണ്ടാക്കണം. അമ്മ നോക്കല്ലെന്നാ. എടാ, എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞില്ലേ. ഇത് സദ്യയാണല്ലോ, വെജിറ്റേറിയൻ സദ്യ അല്ലേ? 2 പായസം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കൊടുത്തൂടെ? ഓ, പിന്നെന്താ. അല്ല, ഈ 75 പേർക്കുള്ള ഭക്ഷണത്തിന് ഇപ്പൊ ഈ 2000 രൂപ പോരല്ലോ. എൻ്റെ അളിയ, ഇത് അഡ്വാൻസ് അല്ലേ? ബാക്കി നമ്മളെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അവരെല്ലാം കഴിയുമ്പോഴല്ലേ കാശ് തരത്തുള്ളൂ. അപ്പൊ അത്രയും പൈസ ഞാൻ മുടക്കണം ആദ്യം. അതിപ്പോ ആളെയും സംസാരിച്ച കടകളിൽ നിന്നൊക്കെ കടം കിട്ടും. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇത് കഴിഞ്ഞ് അങ്ങ് തിരിച്ചു കൊടുക്കാമല്ലോ. അത് കൊടുക്കാം. പിന്നെ അങ്ങ് തുടങ്ങാല്ലേ? പിന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായം? തുടങ്ങായിട്ടാ നമുക്കേ നമ്മുടെ ഈ ബിസിനസ് ഉണ്ടല്ലോ അളിയാ,
ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നമ്മളെല്ലാം വലിയ വ്യാപാരികളായി മാറുന്നത് എനിക്കൊന്ന് കാണണം അളിയാ. ആൾക്ക് എത്ര രൂപ വെച്ചപ്പോ നീ പറഞ്ഞത് അവരോട്? നഷ്ടം വരരുത്, അതാണ്. ഇല്ല നമ്മുടെ പിന്നെ ആദ്യത്തെ ഇതാകുമ്പോൾ ലാഭം നോക്കണ്ട അളിയാ. ആദ്യത്തെ പരിപാടിയല്ലേ. ശരിയായിട്ട് ആദ്യത്തെ അല്ലേ? അല്ല എന്നാലും എത്ര ഇപ്പൊ രൂപ? 135 രൂപ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലേറ്റ് ഒരാളിന്. അത് കുഴപ്പമില്ല, നല്ല പൈസ അത്. കുഴപ്പമില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ വെളിയിൽ അന്വേഷിച്ചപ്പോൾ 150 പുറത്തൊക്കെ ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു ചെറിയ ഇത് കുറച്ച്, പിന്നെ ഇതിൽ എന്തെങ്കിലും കൂടെ കുറച്ച് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് പറ്റുമോ? അത് അല്ലടാ, നമുക്ക് അവസാനം നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തേതല്ലേ ഒരു 125 രൂപ വെച്ച് മതി. വേണ്ട, 135 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാ സമ്മതിച്ചവര്. സമ്മതിച്ചമ്മ, നമുക്കത് അവസാനം മൊത്തത്തിലൊരു കുറവ് ഇത് കൊടുക്കാം. എല്ലാം കൂടെ കൂട്ടി അത് കൊള്ളാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു പുതിയ സംരംഭം ഇനി വളർന്ന് പന്തലിച്ച് ഇനി മുന്നോട്ട് പോകണം. അളിയാ, നീ രക്ഷപ്പെട്ട് കാണുന്ന എനിക്കുള്ളൂ, വേറെ എന്താണ്? ദേ തുടങ്ങി ഞാൻ രക്ഷപ്പെടാം. നമ്മുടെ കുടുംബം എന്ന് പറയളിയാ. ശരി. അതെ, ആ സിൽവറിന്റെ പേപ്പറല്ലേ, അടുത്ത പ്രാവശ്യം അത് വാങ്ങിക്കണേ. അത് മേടിക്കാം. ചൂട് കയറ്റി അങ്ങ് വെച്ചോ. ഓരോന്നോരോന്നായിട്ട് വെക്ക്. വാങ്ങി അമ്മയുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി. ജമന്തി ഈ അവിയൽ അങ്ങോട്ട് വെച്ചേ. കയറ്റി വെച്ചോ. അവിയൽ സീറ്റിലോട്ട് വെക്കാം. ഇതിന്റെ മേളിലൊക്കെ ഒന്ന് എഴുതി വെക്കായിരുന്നു കേട്ടോ. ഓ, അതിന്റെ സാമ്പാർ, പരിപ്പ്, അങ്ങനെ കണ്ടറിഞ്ഞൂടെ? അതതിന്റെ മുകളിലേക്ക് വെച്ചാൽ മതി. പോവാതെ വെക്കിട്ടോ, നോക്കി വെക്കണേ. ഇനിയൊന്നുമില്ലല്ലോ. എല്ലാം ശരി. ഇനി ഒന്നുമില്ല. എല്ലാം എടുത്തല്ലോ അല്ലേ? ആ തവിയൊക്കെ എടുത്ത് വെച്ചോ? അതകത്ത് വെച്ചു. ആദ്യം വെച്ച്. അപ്പൊ എന്നാ ശരി. അളിയോ, അളി ഇങ്ങോട്ട് ഇറങ്ങി. നീ എവിടെ പോന്നു? അപ്പൊ കൂടെ ഒരാൾ പോണ്ടേ? എന്തിന്? എന്റെ ആളി ഈ കാറ്ററിംഗ് സർവീസിന്റെ ആരാന്ന് ചോദിച്ചാ ആളി ഇതിന്റെ MD മുതലാളി. ഒന്ന് പറഞ്ഞു വിടാത്ത പോലെ ഇതൊക്കെ ചെയ്യാനേ ഇതിന്റെ അളിയന്റെ തൊഴിലാളി ഞാനുണ്ട്. ക്ലീറ്റോ ഒറ്റയ്ക്ക് പോവാന്നോ? എടി ശ്രീരാജുണ്ട്, പിന്നെ കാറ്ററിംഗ് വിളമ്പുന്ന പിള്ളേരുണ്ട് അവിടെ. കനക വേണ്ട കേട്ടോ, ക്ലീറ്റോ ഒറ്റയ്ക്ക് വിടും. നാത്തൂനല്ല ഏട്ടാ, ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ സത്യ. അല്ല, ഏട്ടൻ ഇതിന്റെ മുതലാളിയല്ലേ, അപ്പൊ മുതലാളിയായിട്ട് അങ്ങ് ഇരുന്നാ മതി അല്ലേ അമ്മേ? ആ, ഇവിടെ ഇരുന്ന് കണക്കൊക്കെ നോക്കിയാ മതി, ബാക്കി ക്ലീറ്റോ ചേട്ടൻ നോക്കിക്കോളൂ. ക്ലീറ്റോയാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ക്ലീറ്റോ നീ ഒരു കാര്യം ചെയ്യണം. പിന്നെ നീ സൂക്ഷിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഇത് നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അവരടുത്ത് മര്യാദക്കൊക്കെ സംസാരിക്കണം. അവരെ ഒരിക്കലും വെറുപ്പിക്കരുത്. പിന്നെ 1. 2, നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ലിസ്റ്റ് നോക്കിയിട്ട് ടിക്ക് ചെയ്തിട്ട് വേണം ഇതിനകത്ത് കയറ്റി വെക്കാൻ. ഒന്നും നഷ്ടപ്പെടരുത്. പിന്നെ പൈസ ഒക്കെ കൃത്യമായിട്ട് ആദ്യമേ അങ്ങ് പറഞ്ഞ് വാങ്ങിച്ചോളണം. അല്ല, നമ്മുടെ ആദ്യത്തെ കാറ്ററിംഗ് അല്ലേ, വല്ല 10-50 ഒക്കെ കുറച്ചു കൊടുത്താലും കുഴപ്പമില്ല. വീണ്ടും നമുക്ക് ഓർഡർ കിട്ടണം, അതാണ് പ്രധാനം. ജമന്തി, ഇതേ ഞാൻ അവരോട് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് മേടിച്ചു തരുമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളാണ്. ഇല്ലാതാവുന്നതിനെ കൊണ്ട് കൊടുക്കാൻ നോക്ക്, അച്ഛന് തിന്നാനുള്ളതല്ലേ. അമ്മ, ലീറ്റോ ഇന്ന് മുതൽ ഒരു പുതിയ മനുഷ്യനാ. അമ്മ എന്നെ അനുഗ്രഹിക്കമ്മ. ഈ കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ, നമ്മളിനി എല്ലാ ജില്ലയിലും വ്യാപിപ്പിക്കണം കേട്ടോ. സന്തോഷമായി. ഇപ്പോഴാടിയാ ഞാനൊരു നല്ല മനുഷ്യൻ. മര്യാദയൊക്കെ കൊണ്ടോണേ.
പിടിച്ചോണേ. അല്ല ഓട്ടോറിക്ഷയ്ക്ക് പൈസ ഉണ്ടോ? ഓട്ടോറിക്ഷയുടെ പൈസ ഇല്ലളിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, അത് പിന്നെ ഏതായാലും പാർട്ടിയുടെ പൈസ കിട്ടും. കൊടുക്കാലോ. അവര് പൈസ തരുമല്ലോ, അതൊന്നും കൊടുത്താൽ മതി. ഈ വണ്ടി വിടണ്ട. ഇല്ല, ഇതിന് തന്നെ ശ്രീരാജിനെ തന്നെ നമ്മൾ തിരിച്ചും വരണം. നമ്മുടെ ചെക്കനല്ലേ, വിട്ടോ ശ്രീരാജ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തക്കാളി മോള് സ്കൂളിൽ നിന്ന് നീ വിളിച്ചോണേ. അതൊക്കെ പറ, നീ വിട്ടോ. തങ്കം, എന്തായാലും നീ രക്ഷപ്പെട്ടടി. ഇതോടുകൂടി അവൻ നന്നാവുന്ന എന്റെ മനസ്സ്. ഇതോടുകൂടി അവനൊന്ന് നന്നായി കണ്ടോ മതിയായിരുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടുന്നു. നീ ഇപ്പൊ എന്താ ചെയ്തായിരുന്നു? ഞാനേ ഉമ്മാക്ക് മരുന്ന് മേടിക്കാൻ ഇറങ്ങിയാണ്. അവിടെ ചെന്നപ്പോ പൈസ തന്നില്ല, ഒരു 500 രൂപ. അയ്യോ, കയ്യിൽ പൈസ ഒന്നുമില്ലടോ. അയ്യോ, നമ്മള് മറ്റേ കാറ്ററിംഗ് പരിപാടിയൊക്കെ ആയിട്ട് കയ്യിലെ പൈസ മുഴുവൻ എടുത്തിട്ടാണ് ഇപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. പൈസ ഞാൻ എടുത്താണ്, പക്ഷെ തികയാനില്ല. എന്തൊരു വിലയാണ് ഇപ്പൊ മരുന്നിനൊക്കെ. ക്ലീറ്റസ് കൊണ്ട് വരട്ടെ, വന്നാ തരാം. ക്ലീറ്റസാ? അവൻ അവരുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ ഇപ്പൊ ഉണ്ടല്ലോ. അത് വേറെ ആരെങ്കിലും. ക്ലീറ്റസ് ഉച്ചോട്ട് ആ പാർട്ടി ഓഫീസിന്റെ മുമ്പിലുണ്ടെന്നേ. ഇല്ലടാ, അവൻ സാധനമായിട്ട് പോയതാണ് പാർട്ടിയുടെ അടുത്ത്. കനക, ഇന്ന് അവരുടെ പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ മീറ്റിംഗ് ആയിരുന്നു. എന്തോ തെരഞ്ഞെടുപ്പ് ബഹളമൊക്കെ നടപ്പുണ്ട്. നമ്മുടെ വിജയൻ ചേട്ടനോ പ്രമോദില്ലേ, അവൻ എൻ്റെ വണ്ടിയുടെ പുറകെ കയറിയപ്പോൾ പറഞ്ഞാണ് ഇന്ന് അവിടെ പരിപാടിക്ക് വന്നവരുടെ 75 പേരുടെ ഫുഡ് ഇവിടെ നിന്നാണ് സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞ്. അവന്റെ സുഹൃത്തിന്റെ കുട്ടിയുടെ 28-നാണ് ഫുഡ്. ഇല്ലാന്നേ, ക്ലീറ്റസ് മീറ്റിംഗിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ഫുഡിന്റെ കാര്യം ഞാൻ ഏറ്റ്, എല്ലാവർക്കും സദ്യ 75 പേർക്ക് ഏറ്റെന്ന് അവൻ പറഞ്ഞാലോ. അവൻ മീറ്റിംഗിലുണ്ടായി. അപ്പൊ നിന്നോട് പറഞ്ഞില്ലേ അത്? എന്നോട് അവന്റെ കൂട്ടുകാരന്റെ കൊച്ചിന്റെ 28 പറഞ്ഞേ. പറ്റിച്ചേക്കാണ്. ഞാനെന്നാ വേറെ എവിടെ നിന്നെങ്കിലും ഒപ്പിക്കട്ടെ, ഇത് നടപടിയാവൂല. അതെ, ക്ലീറ്റസ് വന്നിട്ടുണ്ടല്ലോ. അതെ, ഞാനാ പറഞ്ഞെന്ന് പറയണ്ടാട്ടാ. അതെ, ഞാൻ കേട്ടത് ശരിയാണോ? നീ എവിടേക്കാ സാധനം കൊണ്ടുപോയത്? എന്റെ പാർട്ടി ഓഫീസിലേക്കാ കൊണ്ടുപോയത്. നീ എന്നോട് പറഞ്ഞത് എന്താണ്? നിന്റെ ഏതോ സുഹൃത്തിന്റെ കൊച്ചിന്റെ 28-നാന്നല്ലേ? എടാ, എവിടെ കൊണ്ടുപോയത്? വിശന്നിരുന്നവരത് കഴിച്ചു, അത്ര അറിഞ്ഞാ പോരെ. ആര് കഴിച്ചാലും കൊള്ളാം, കഴിച്ചില്ലേലും കൊള്ളാം. എനിക്ക് ആ പൈസ അങ്ങ് തരണം. ഏത് പൈസ? അപ്പൊ പാർട്ടി എടുത്ത് വാങ്ങിയ പൈസ എവിടെ? പൈസതാ. പാർട്ടി പൈസ തരാനോ? അളിയാ, ഇത് പാർട്ടിക്ക് പൈസക്കൊന്നുമല്ല, ഇത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തതല്ലേ. അതെ, നീ കളിക്കാൻ നിൽക്കരുതേ. പൈസ ഇങ്ങോട്ട് എടുക്കുക, കളിക്കാൻ നിൽക്കല്ലേ. പിന്നെ ഈ പൈസ കിട്ടാനൊന്നും പോകുന്നില്ലടാ. എടാ, കടക്കാർക്ക് പൈസ കൊടുക്കാണെന്ന്. അവർക്ക് പൈസ കൊടുത്തിട്ടില്ല. കടക്കാർ കാശിന് കയറി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതിന് നീ എന്തിനു മേടിക്കണേ? ഞാൻ അന്ന് കാശ് വെച്ച് വന്നപ്പോൾ നീ എന്താ പറഞ്ഞത്? എൻ്റെ ഇഷ്ടം പോലെ കാശുണ്ടോ, പക്ഷെ നിനക്ക് ഞാൻ തരില്ലാന്ന്. എന്റെ അളിയ, അത് ഞാൻ അപ്പൊ വെറുതെ പറഞ്ഞതല്ലേ. എന്നാലും കുഴപ്പമില്ല, അതിൽ കുറച്ച് കാശെടുത്ത് അവർക്കും കൊടുക്കുക. പിന്നെ എൻ്റെ ഇപ്പം തരാൻ കാശൊന്നുമില്ല, ചെറിയൊരു ഉപദേശം തരാം. ഇനിയെങ്കിലേ അളിയന്മാരോട് കുറച്ചുകൂടെ മാന്യമായിട്ടും ബഹുമാനത്തോടും പെരുമാറണം. എന്നോട് പെരുമാറണം എങ്ങനെയെന്നറിയാം? ഒരു മുതലാളിയാവാൻ വന്നേക്കണം. മുതലാളി മുതലാളി മുതലാളി. Alien versus Alien.